നമസ്കാരം. അറിഞ്ഞ ഗിർ സുധാകരന്റെ പ്രൈവറ്റ് സെക്രട്ടറി ബി.ജെ.പി പോയി. തമാശയല്ല, സീരിയസ് വാർത്തയാണ്. ഇന്ന് രാവിലെ വീട്ടിൽ ചെന്നു സുധാകരനെ സോപ്പ് തേച്ച് കുളിപ്പിച്ച് ഒരുക്കിയെടുത്ത് നേരെ കാറിൽ കൊണ്ടുവന്നിരുത്തി അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കൊണ്ടുവന്ന് ഇറക്കി കാലിൽ തൊട്ട് അനുഗ്രഹം മേടിച്ചിട്ട് ടാറ്റയും പറഞ്ഞ് നേരെ ബി.ജെ.പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയി. നേരത്തെ സുധാകരൻ വളർത്തി വലുതാക്കിയ സി രഘുനാഥ് ഇപ്പോ കണ്ണൂരിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി, അദ്ദേഹം 3 മാസം മുമ്പാണ് ബി.ജെ.പി പോയ അദ്ദേഹത്തിൽ പോയി നേരെ ആ ബി.ജെ.പി അംഗത്വം താലത്തിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആ വാർത്ത ഒന്ന് കേട്ടെ. കണ്ണൂരിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ പി.എ വി.കെ മനോജ് ബി.ജെ.പിയിൽ ചേർന്നു. എൻ.ഡി.എ സ്ഥാനാർത്ഥി സി രഘുനാഥിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയും സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, നേരത്തെ തന്നെ കെ സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും ഞാൻ ബി.ജെ.പിയിലേക്ക് പോകും. അപ്പോൾ അതിന് സൂചനയായിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പി.എ തന്നെ ബി.ജെ.പിയിലേക്ക് ചേർന്നിരിക്കുന്നത്. കെ സുധാകരന്റെ വിശ്വസ്തനാണ്. സുധാകരനോടൊപ്പം ദീർഘകാലമായി സുധാകരന്റെ അടുത്ത അനുയായിയായി പി.എ ആയി പ്രവർത്തിച്ചു വരുന്നയാളാണ് വി.കെ മനോജ്. മാത്രമല്ല പള്ളിക്കുന്നിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്നു. കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും പ്രാദേശികമായിട്ടുള്ള നേതാവും കൂടിയായിരുന്നു. അത്തരത്തിൽ കെ സുധാകരന്റെ അടുത്ത അനുയായിയും വിശ്വസ്തനും പള്ളിക്കുന്നിലെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവുമായ വി.കെ മനോജാണ് ബി.ജെ.പിയിൽ ചേർന്നിരിക്കുന്നത്. കണ്ണൂരിൽ ബി.ജെ.പി ആസ്ഥാനത്ത് വെച്ച് നടന്ന ചടങ്ങിലാണ് ബി.ജെ.പിയിൽ നിന്നും ഈ സുധാകരന്റെ പി.എ അംഗത്വം സ്വീകരിച്ചത്. അത് അംഗത്വം നൽകിയതാകട്ടെ കോൺഗ്രസിൽ നിന്നും അടുത്ത കാലത്ത് ബി.ജെ.പിയിലെത്തി കണ്ണൂരിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി ആയി മാറിയ സി രഘുനാഥാണ് അംഗത്വം നൽകിയത്. ബി.ജെ.പിയുടെ സംസ്ഥാന സെക്രട്ടറി കെ ശ്രീകാന്തിന്റെ നേതൃത്വത്തിൽ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് വി.കെ മനോജ് ബി.ജെ.പിയിലേക്ക് എത്തിയത്. കേട്ടില്ലേ? പിന്നെ ഈ മുതിർന്ന നേതാക്കന്മാരെ മക്കൾക്ക് പോകാമെങ്കിൽ എന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് പൊയ്ക്കൂടെ? ഇതാണ് സുധാകരന്റെ ഇപ്പോഴത്തെ ചോദ്യം. അവർക്കൊക്കെ പോകാമെങ്കിൽ എന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് പോണതിന് ഒരു കുഴപ്പമില്ല. പിന്നെ ചില കരക്കമ്പികൾ ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്നുണ്ട്. അതായത് ഇപ്പോ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് സുധാകരനുള്ളത്. അപ്പോ ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതായത് ജയിച്ചു വന്നാൽ ഇന്ത്യ മുന്നണിയിലെ ചില എംപിമാർ നേരെ ബി.ജെ.പിയിലേക്ക് പർച്ചേസ് ചെയ്ത് പോകാൻ ഇടയുണ്ട് എന്നുള്ളതും. അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ചില കരക്കമ്പികൾ പ്രചരിക്കുന്നത് ഈ സുധാകരന്റെ ഊണിലും ഉറക്കത്തിലും ഉള്ള മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു വി.കെ മനോജ് എന്ന വ്യക്തി. ഈ വ്യക്തി അദ്ദേഹത്തിന്റെ ഈ കിടക്കപ്പായിൽ ഒപ്പം കിടന്നുറങ്ങുന്ന വ്യക്തി ഇന്ന് രാവിലെ അദ്ദേഹത്തോടൊപ്പം തന്നെ വന്ന് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വന്നതിന് ശേഷം ഒരു 10 മിനിറ്റിനകത്ത് ബി.ജെ.പി അംഗത്വം സ്വീകരിക്കുന്നതാണ് മറ്റുള്ളവർ കണ്ടതെന്നാണ് അവിടെ നിന്ന് പറയുന്ന ഒരു കാര്യം. ആ പോയ പോക്കിൽ, അതായത് ഇന്ത്യ മുന്നണി വിട്ട് അങ്ങോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചില ഓഫറുകൾ ഉണ്ട്, ആ ഓഫറുകൾ സുധാകരൻ എഴുതി കൈ കൊടുത്ത് വിട്ടു എന്നുള്ള രീതിയിൽ ചില കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്. അതായത് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരണമെങ്കിൽ ചെറിയ കളിയും നടക്കില്ല, കേന്ദ്ര മന്ത്രിസ്ഥാനം, അത് സഹവാഴ വേണ്ട, എനിക്ക് മെയിൻ മന്ത്രിസ്ഥാനം വേണമെന്നുള്ളൊരു ആവശ്യം ഉൾപ്പെടെ ചില കാര്യങ്ങൾ വളരെ വ്യക്തമായി അദ്ദേഹം ഈ ഓഫർ ലെറ്ററിൽ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ നേതാക്കന്മാരുടെ മക്കൾ മാത്രമല്ല പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ അപ്പുറത്ത് അയച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ബി.ജെ.പിക്കെതിരെ നഖശികാന്തം പോരാട്ടം നയിക്കുകയാണെന്ന് ഗിർ സുധാകരന് സംഘം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞ് നിങ്ങൾ വിമർശിക്കുന്നുള്ളൂ, മോദിയുടെ പേര് പറയുന്നില്ല എന്ന മോങ്കലുമായിട്ടും കെ.പി.സി.സി പ്രസിഡന്റും ഒപ്പം പ്രതിപക്ഷ നേതാവായിട്ടുള്ള സതീശൻ ഉൾപ്പെടെയുള്ളവർ ഈ നാട്ടിൽ കിടന്ന് മാപ്ര കോലുകൾക്ക് മുമ്പിൽ വല്ലാത്ത മോങ്കലുകൾ നടത്തുന്നത്. എന്തായാലും ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ പത്മജ മാത്രമല്ല, അനിൽ ആന്റണി മാത്രമല്ല, രഘുനാഥ് മാത്രമല്ല, ഇനിയും പല കോൺഗ്രസ് നേതാക്കന്മാരും ഈ നാട്ടിൽ നിന്ന് ജയിച്ചു വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്രട്ടറിമാരെ അപ്പുറത്താക്കി അവരിൽ നിന്ന് ഈ ബാർഗെയിൻ ചെയ്ത് ഞങ്ങൾ ഇവിടെ തെരഞ്ഞെടുപ്പ് ജയിച്ചു പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് പ്രതീക്ഷ വെക്കാവുന്നതാണ്, പക്ഷെ അതിന് ഞങ്ങളെ കാണേണ്ട രീതിയിൽ ഞങ്ങൾക്ക് മികച്ച ഓഫറുകൾ തന്ന് സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ള ചില ഉടമ്പടികളുമായിട്ടാണ് ഇവരെ പറഞ്ഞു വിടുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ ഒപ്പം കണ്ടാൽ എങ്ങനെ നമ്മുടെ ഹിമാചൽ പ്രദേശിൽ മനു അഭിഷേക് സിംഗ്വി പറയും പോലെ രാത്രി ഹിമാചലിലെ തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് എം.എൽ.എമാരെല്ലാം എന്നോടൊപ്പം ഇരുന്ന് അത്താഴം കഴിച്ചു, രാവിലെ എന്നോടൊപ്പം ഇരുന്ന് പ്രാതൽ കഴിച്ചു, എന്നിട്ട് ടാറ്റയും പറഞ്ഞ് നേരെ അകത്ത് പോയി ബി.ജെ.പിക്ക് വോട്ട് ചെയ്ത് കൂറുമാറി ബി.ജെ.പിയിലേക്ക് പോയ അതേ കോൺഗ്രസ് എം.എൽ.എമാരെ പോലെ ഈ നാട്ടിൽ കോൺഗ്രസിലെ ജയിച്ചു വരുന്ന എംപിമാർ ചിലർ ബി.ജെ.പിക്ക് വലിയ പ്രതീക്ഷയായി മാറുന്നുണ്ട്. അതിനുവേണ്ടി അവർ സ്വന്തം മനസാക്ഷി സൂക്ഷിപ്പുകാരെ മുൻകൂട്ടി അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ട്രയൽ വേർഷൻ കൂടി കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അതായത് ഈ നാട്ടിലെ ജനങ്ങൾ ഒരു സുധാകരൻ ബി.ജെ.പിയിലേക്ക് പോയാൽ ഞെട്ടുപോ എന്നറിയാൻ വേണ്ടി ഒരു സി.കെ സുധാകരനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിരുന്നു. അത് സി.കെ സുധാകരൻ എന്ന് കേട്ടപ്പോൾ എല്ലാവരും പെട്ടെന്ന് സുധാകരനാണോ എന്നുള്ള സംശയം ഉണ്ടാകുമോ എന്ന് തോന്നി. പക്ഷെ ആരും ഞെട്ടാത്തത് കൊണ്ട് അതൊരു ട്രയൽ വേർഷനായി മാറിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരുപക്ഷെ കണ്ണൂരിൽ നിന്ന് ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ എവിടെ എത്തും, ഞാൻ ആരുടെ ഭാഗമായിരിക്കും എന്നുള്ളതിന്റെ ശക്തമായിട്ടുള്ള സൂചനയാണ് ഈ നൽകുന്നത്. അതായത് എനിക്ക് എപ്പോ തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് ബി.ജെ.പി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി
സ്വന്തം മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, ഇന്നലകളിൽ വരെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി, ഇന്നലകളിലല്ല ഇന്ന് രാവിലെ 11 മണി വരെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തി, അദ്ദേഹം അങ്ങ് അകത്തേക്ക്, അതായത് DCC ഓഫീസിനകത്തേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ BJP അംഗത്വം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? വരും ദിവസങ്ങളിൽ ഗിർ സുധാകരനും എവിടെയായിരിക്കും? ഗിർ സുധാകരന്റെ ഓഫറുകൾ ഇനി ഏത് വഴിയാണ് വരാൻ പോകുന്നതെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാലമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം.